നമുക്ക് എന്താ ഒരു ഡേ ക്രീമിനെ പറ്റിയാണ് കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ക്രീമിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു നാളായി ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഒരു ഡേ ക്രീമിനെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മാസത്തോളമായി. അപ്പം ഇതിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ക്രീം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക കേട്ടോ. ഞാൻ നിങ്ങളെൻ്റെ വീഡിയോ സെർച്ച് ചെയ്താൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ക്രീം എന്ന് പറയുന്നത് ഹിമാലയയുടെ ഈ ഒരു ക്രീമാണ് കേട്ടോ. എന്ന് പറയുന്നത് ക്ലിയർ കോംപ്ലക്ഷൻ ബ്രൈറ്റനിങ് ഡേ ക്രീമാണ് കേട്ടോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല ഒരു നമ്മുടെ ഫൗണ്ടേഷനൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഫൗണ്ടേഷൻ അതേ എഫക്റ്റ് തരുന്ന ഒരു ക്രീമാണ് ഇത്. ഡേ ക്രീമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ യു വി പ്രൊട്ടക്ഷനൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇരട്ടി മധുരം, അതുപോലെ തന്നെ സ്പൈക്കഡ് ജിഞ്ചർ ലില്ലി എന്ന് പറയുന്നതാണ്. ഇത് സ്പൈക്കഡ് ജിഞ്ചർ ലില്ലി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജിഞ്ചറിൻ്റെ വേറൊരു സ്പീഷീസിൽപ്പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന ഈ സ്പൈക്കഡ് ജിഞ്ചർ ലില്ലി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരു മുറിവുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ പാടുകളൊക്കെ വന്നതൊക്കെ ഒന്ന് ഫീഡാക്കാനും, അതുപോലെ തന്നെ ചിലർക്ക് ഈ ഡ്രൈ സ്കിന്ന് ഒക്കെ ഉള്ളവർക്കും, അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ മുരിഞ്ഞിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാനും, അങ്ങനെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ട് അതങ്ങനെ ഉണങ്ങാതെ അതിൻ്റെ പാടുകളും അങ്ങനെ ഉണങ്ങിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രീമിന് കഴിവുണ്ട്. അപ്പം പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് നമ്മുടെ മുഖത്ത് തരുന്നുണ്ട്, ഒരു ഈവൻ സ്കിൻ ടോൺ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഇതിനുണ്ട്. പിന്നെ നമുക്ക് ഹിമാലയയുടെ പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഹിമാലയയുടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും നമുക്കറിയാം, നല്ലൊരു നേരത്തെ തൊട്ടേ നമുക്ക് അറിയാവുന്ന പ്രോഡക്റ്റാണ് ഈ ഹിമാലയ എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ എനിക്ക് ഏറ്റവും എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ള എൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഡേ ക്രീം യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് സ്കിൻ ടൈപ്പാണ്. അപ്പോൾ എന്ത് കാര്യം യൂസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ അതിന് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഫേസ് വാഷാണ് എനിക്ക് എടുത്തു വരാനുള്ളത്. ശരിക്കും നമ്മുടെ സ്കിന്നിനൊരു നല്ലൊരു ബ്രൈറ്റനിങ് ആ എഫക്റ്റ് ആ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനത് ഇപ്പോൾ 2-3 മാസമായിട്ട് ആദ്യം മേടിച്ചില്ല, ഇനി അത് മേടിക്കണം. ഈ ക്രീമും അതും കൂടെ ആകുമ്പോൾ നല്ലൊരു ഇതായിരിക്കും, നമ്മുടെ സ്കിന്നിന് ഒരു നല്ലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടും. അപ്പം അന്ന് എനിക്ക് നന്നായിട്ട് എനിക്ക് മുഖത്ത് വ്യത്യാസം അറിയാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യും പലപ്പോഴും ഞാൻ പറയാറുണ്ട് ആ ഒരു ഫേസ് വാഷിനെ പറ്റി. അതുപോലെ തന്നെയാണ് ഈ ഒരു ഹിമാലയയുടെ ക്രീമും അതുപോലെ തന്നെയാണ്, നല്ല യൂസ്ഫുള്ളാണ്. ഫസ്റ്റ് ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എത്ര ഗ്രാമിൻ്റെ ആണെന്നുള്ളത് 50 ഗ്രാമിൻ്റെയാണ് കേട്ടോ. വലിയ വിലയൊന്നും ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു 188 അങ്ങനെയാണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തോന്നുന്നു. ഓർക്കുന്നില്ല ഞാനിപ്പോൾ. ഫസ്റ്റ് ഞാനിത് കണ്ടപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നല്ലൊരു പാക്കിങ്ങും ഒക്കെയാണ് കേട്ടോ. ഇത് ഇങ്ങനൊരു ഇത് മറ്റേ നമ്മുടെ ഇത് നമ്മുടെ കുപ്പി ഇതിലാണ് കേട്ടോ കിട്ടുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാനിത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. ഇത്രയും യൂസ് ചെയ്ത് ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ.
പക്ഷെ എനിക്ക് നന്നായിട്ട് തോന്നി. ഫസ്റ്റ് ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ പൈസ പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ. അതല്ല ഇനി മുഖത്തിന് എന്തെങ്കിലും പറ്റൂ എന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് യൂസ് ചെയ്തത് കേട്ടോ. ഡയറക്റ്റ് ഈ മുഖത്ത് യൂസ് ചെയ്തില്ല. ഫസ്റ്റ് ഞാൻ ഒരു ദിവസം ഫുള്ള് ഞാനൊന്ന് ക്രീമൊന്ന് തേച്ച് ഫുള്ളേ നോക്കിയിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. നിങ്ങളും യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നോക്കുക കേട്ടോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ റിവ്യൂവിൽ എല്ലാ സ്കിൻ ടൈപ്പിനെയും ഞാൻ കൂടുതലും അങ്ങനെയുള്ളതാണ് നോക്കുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് നോക്കുന്നത്. ഇന്ന സ്കിൻ ടൈപ്പിനായിട്ടുള്ളതായിട്ട് നോക്കാറില്ല. പിന്നെ ഞാൻ അത്രയും ഇതായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കാറുള്ളൂ. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. അതിൻ്റെ ഫേസ് വാഷ് ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഒത്തിരി നാളായി ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. അങ്ങനെ ഒരു ഫിനിഷിങ് എഫക്റ്റ് ഇത് തരുന്നുണ്ട്. ഒത്തിരി നാളായി ഞാൻ വിചാരിക്കുന്നൊരു ക്രീം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്യുന്നു. പണ്ടൊക്കെ എന്ന് പറയുന്നത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും അതുപോലെ +1 +2 സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെയർ ആൻഡ് ലവ്ലിയാണ് കേട്ടോ. അന്നൊക്കെ എനിക്കിങ്ങനെ നെറ്റിയിലിങ്ങനെ നല്ലപോലെ കുരു വരുമായിരുന്നു. അത് ഞാൻ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഫേസ് വാഷേ യൂസ് ചെയ്യാമെന്ന്, ഞാൻ സോപ്പ് യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.